സർ, ഞാൻ നമ്മുടെ മോളുടെ അടുത്തെത്തി. ഇനി ഞാൻ അവളെ കാണാൻ പോവാ. ഞാൻ അവളോട് അഖിൽ സാറിനെ കുറിച്ച് പറയും. മോളെ കുറിച്ച് അഖിൽ സാർ കണ്ട സ്വപ്നങ്ങളെ കുറിച്ച് പറയും. നമുക്ക് അവളെ സ്നേഹിക്കാൻ പറ്റാതെ പോയ കാര്യവും ഞാൻ പറയും. ശ്യാമേ, മരുന്ന് കഴിക്കാനുണ്ട്, എടുക്കട്ടെ? എനിക്കിനി മരുന്നൊന്നും വേണ്ട. നാളെ എങ്ങനെയെങ്കിലും നേരം വിളി. ഒന്നും കഴിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞും പോയി. എന്റെ ദൈവമേ, കിടന്നിട്ട് ഓർക്കാൻ വരുന്നില്ല. കവിയൊന്നും വേണ്ട. ഭഗവാനേ, എന്റെ ദൈവമേ. ഓ, എന്റെ ദൈവമേ,
പട്ടിണി എടുക്കാന്നൊന്ന് പറഞ്ഞും പോയി. വിശപ്പ് സഹിച്ച് നിൽക്കാനും പറ്റുന്നില്ല. ഇനി ഇത് ഏതുവരെ പോവോ എന്റെ സ്വാമി? സ്വന്തം വീട്ടിൽ നിന്ന് കട്ട് തിന്നേണ്ട അവസ്ഥയായി പോയല്ലോ എന്റെ ഭഗവാനെ. എന്റെ ദൈവമേ. എന്നാലും അമ്മയെ സമ്മതിക്കണം. ഇതിനാണോ നിരാഹാരം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലടോ, വിശന്നാൽ അമ്മ കഴിക്കും. എന്നാലത് നമ്മളെ കാണിക്കാനും വയ്യ. ചോദിക്കേണ്ടതായിരുന്നു ഇപ്പൊ തന്നെ. വേണ്ട അച്ഛാ, വിശന്നിട്ടല്ലേ. മുത്തശ്ശിയുടെ ഗൗരവം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമ്മൾ കണ്ടുപിടിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. ഇനി നേരം വെളുത്തിട്ട് അമ്മ എന്താണാവോ പറയാൻ പോകുന്നത്? സംശയം എന്താ? നിരാഹാരത്തിന്റെ കാര്യം തന്നെ. പട്ടാപകൽ നിരാഹാരം, രാത്രി കട്ടുതീറ്റ. അതപ്പം നടക്കുന്നു. കഴിച്ചോട്ടെ കഴിച്ചോട്ടെ. ഞാൻ ഇനി പച്ചവെള്ളം കുടിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തതല്ലേ, പിന്നെ എന്തിനാ എന്നെ നിർബന്ധിക്കുമേ? ഒരു തീരുമാനം എടുത്താ അതിൽ ഉറച്ചു നിൽക്കാൻ എനിക്കറിയാം. കൂടി വന്നാ ചത്തുപോകും, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ വാക്ക് മാറാൻ പറ്റില്ല. അമ്മേ, ഇപ്പൊ അത് വാങ്ങിക്കൊടുക്കേ, എന്നിട്ട് അല്പമെങ്കിലും ഭക്ഷണം കഴിക്കേ. ഒന്നും കഴിക്കാതിരിക്കുന്നതല്ലേ. അല്ല, ഞങ്ങൾക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? ആരും എന്റെ കാര്യം നോക്കണ്ട. ഒരു കാര്യത്തിന് എന്നെ നിർബന്ധിക്കുകയും വേണ്ട. എന്റെ വിധി ഇങ്ങനെ തീരാനാ. രാത്രിയില് കാര്യമായിട്ട് എന്തെങ്കിലും അമ്മയ്ക്ക് ഉണ്ടാക്കി വെക്കണം. നമ്മള് കാണാതെ കഴിക്കേണ്ടതല്ലേ? അതെ അതെ. ഈ പകൽ സമയത്ത് അമ്മ എങ്ങനെയാ പിടിച്ചു നിൽക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത്. തിരുമേനി, തിരുമേനി. ആരാപ്പത്? ആ, നിങ്ങളോ? വരെ വരെ. ഞാൻ കേറുന്നില്ല. ഒരു കാര്യം ചോദിച്ചിട്ട് പോകാന്ന് കരുതി. കാര്യം എന്തായാലും അകത്തിരുന്ന് സംസാരിക്കാലോ. നിങ്ങൾ വരിക. ഇരിക്കുക. മോളെ, ഒരു ചായ എടുക്കും. വേണ്ട തിരുമേനി, രാവിലെ ഒരു ചായ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമേ പതിവുള്ളൂ. യശോദേ, ഇത് കുഞ്ഞുമോൻ. ആധാരം വെച്ച് പണം എടുക്കാൻ ഞാൻ പോയില്ലേ? ആദ്യം പോയ സ്ഥലത്തൊന്നും ശരിയാവാതെ വന്നപ്പോ അവരാണ് കുഞ്ഞുമോനെ പരിചയപ്പെടുത്തി തന്നതും പണം വാങ്ങി തന്നതും. അക്കാര്യം പറയാൻ തന്നെയാ തിരുമേനി ഞാൻ വന്നത്. തിരുമേനി പണം വാങ്ങിച്ചത് വിവാഹത്തിനാണല്ലോ. വിവാഹം നടന്നില്ല. അതിന്റെ കാരണങ്ങൾ ആളുകൾ പലതും പറയുന്നുണ്ട്. എനിക്കതൊന്നും പ്രശ്നമല്ല. തിരുമേനി വാങ്ങിച്ച പണത്തിന് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടായില്ലെങ്കിൽ എനിക്കതിന് തിരിച്ചു തന്നാൽ മതി. എൻ്റെ ബിസിനസ്സാണല്ലോ.
കുറച്ച് കൂടിയ പലിശയ്ക്ക് അത് വാങ്ങിക്കാൻ ആളുകൾ റെഡിയായിട്ട് നിൽക്കുക. അയ്യോ കുഞ്ഞുമോനെ, ഞാൻ വാങ്ങിയ പണത്തിൽ നിന്നും മുമ്പുണ്ടായിരുന്ന കുറച്ച് ബാധ്യതകൾ തീർത്തേ. ബാക്കി ഉണ്ടായിരുന്ന പണത്തിന് മോക്ക് വേണ്ടി ആഭരണങ്ങൾ എടുത്തു. മറ്റൊന്നും തോന്നരുത്. പണം ഞാൻ പറഞ്ഞ അവധിക്ക് തന്നെ തിരിച്ചു തന്നോളാം. അതിന് കുഴപ്പമൊന്നുമില്ല തിരുമേനി, ഞാനൊരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ. എങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ പോലെ. തിരുമേനി ഓർത്തോളൂല്ലോ പലിശയുടെ തീയതി. ഒരു തവണ പോലും അതിന് മുടക്കം വരാൻ പാടില്ല. എനിക്കിങ്ങനെ തിരുമേനിയും കുടുംബത്തെയും എന്നും ചിരിച്ചുകൊണ്ട് കാണണം. അതുകൊണ്ടാണ് പറയുന്നത്. ഇല്ല, ഒരിക്കലും മാറ്റം വരില്ല, അത് ഉറപ്പാ. എങ്കിൽ ആയിക്കോട്ടെ, എന്നാ ഞാൻ ഇറങ്ങും. ഓ, ഇവളുടെ ധിക്കാരം കാരണം കല്യാണം മുടങ്ങി. ഇനിയിപ്പൊ അതിന്റെ പേരിൽ പലിശക്കാരി കേറി ഇറങ്ങാനും തുടങ്ങും. അല്ലേ ദേവാ? പണത്തിന്റെ കാര്യത്തില് അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ അമ്മേ. ഓ, പ്രിയങ്കയുടെ വിവാഹത്തിന് വാങ്ങിച്ചതാണ് ഇപ്പൊ കൊടുത്തു തീർത്തത്. ബാക്കിയുള്ളത് പൊന്നായിട്ട് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അതിനും വന്നു ന്യായീകരണം. ദേ, ഇപ്പൊ ഇറങ്ങി പോയവനുണ്ടല്ലോ കുഞ്ഞുമോൻ, അവനെ ശരിക്കും അറിയാവോ നിനക്ക്? നമ്മുടെ കാക്കനാട്ടുകരയില് ഒരു തറവാട്ടുകാരുണ്ടായിരുന്നല്ലോ. ഇവന് 10-22 വയസ്സുള്ളപ്പോഴാ ഇവൻ കച്ചവടം തുടങ്ങിയത്. ആദ്യമായിട്ട് പലിശയ്ക്ക് പണം കൊടുത്തത് കാക്കനാട്ടുകരയിലെ തറവാട്ടുകാർക്കാ. 5 വർഷത്തിനുള്ളിൽ ആ വീട്ടുകാരെ ഇറക്കി വിട്ടു. ആ കുടുംബത്തിൽ കയറി ഇവൻ താമസിക്കുകയും ചെയ്തു. ഈ നിലയ്ക്ക് പോയാലേ അധികം വൈകാതെ നീ ഇരിക്കുന്നിടത്ത് കുഞ്ഞുമോൻ കയറിയിരിക്കും. നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. ഓ, അപ്പോഴും മോളുണ്ടല്ലോ കെട്ടിപ്പിടിച്ച് കരയാൻ. ഓ, അയാള് വന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തോ വന്നു പോയപ്പോ മുതല് മനസ്സിനെന്തോ ഒരു വല്ലായ്മ. അച്ഛൻ വിഷമിക്കാതിരിക്കെ. ഇവിടെ ഇരിക്കുന്ന സ്വർണ്ണം എടുത്ത് വെച്ചിട്ട് അത്രയും പണം അയാൾക്ക് തിരിച്ചു കൊടുക്കാലോ. പിന്നെ ബാക്കിയുള്ളതിനെ പറ്റിയല്ല ആലോചിക്കേണ്ടു. എല്ലാം തീർക്കാതെ അയാൾ കുടുംബത്തിന്റെ ആധാരം തരില്ലല്ലോ മോളെ. അച്ഛൻ അമ്പലത്തിൽ പോകുന്നില്ലേ? പോണം. ഞാനും വരുന്നുണ്ട്. ബാ, എഴുന്നേക്ക്. ആ നടയിൽ ചെന്നെന്ന് പറഞ്ഞാൽ തീരാത്ത ഒരു പ്രശ്നവും നമ്മുടെ കുടുംബത്തിനും ഇല്ല, നമുക്കും ഇല്ല. അച്ഛൻ വാ. ആ അമ്മേ, എന്നാ ഞാൻ പോയിട്ട് വരാം ശോഭ. എഴുന്നള്ളിച്ചോണ്ട് പോയല്ലോ. അച്ഛനുള്ള കെണി അവള് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? കുടുംബത്തിനൊരു ഭീഷണി വരുമ്പോഴും അതിന് ഓരോരുത്തരായിട്ട് മാറി മാറി കുറ്റം പറയും. ഇത് എന്ത് ശീലം അമ്മേ? ഞാനിപ്പോ അമ്മയുടെ കൂടെ നിന്നാ ശരിയാവില്ല. ഞാൻ അവരുടെ കൂടെ പോവാ. കുറച്ചു നേരമെങ്കിലും സ്വസ്ഥത ഉണ്ടാവൂലോ. അവളുടെ സ്വസ്ഥത ഒരു അച്ഛനും മോളും. ഞാൻ പോകുന്നത് അല്പം സ്വസ്ഥത കിട്ടാൻ വേണ്ടിയാണ്. ദുരന്തങ്ങളൊന്നും എനിക്ക് തലയിലെടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. വിവാഹം കഴിച്ച ഭാര്യയാണോടാ ദുരന്തം? എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചതാ. അത് അച്ഛന് മനസ്സിലാവണമെന്നില്ല. എനിക്കെന്തായാലും പോയേ പറ്റൂ. ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ലേ നീ? ഇക്കാര്യത്തിൽ ആരെ അനുസരിക്കാൻ എനിക്ക് പറ്റില്ല.
ഏയ് ഒന്നുമില്ല, എഴുന്നേറ്റപ്പോ കാലുറച്ചില്ല. അമ്മേ, അയ്യോ എന്താ അച്ഛാ, എന്ത് പറ്റി? ഏട്ടാ എന്താ മോനെ? വല്യച്ഛനൊന്ന് വീഴാൻ പോയി. എന്തുപറ്റി? പെട്ടെന്ന് ഞാൻ വന്ന് പിടിച്ചു. ഏട്ടാ ഹോസ്പിറ്റലിൽ ഒന്നുകൂടി പോണോ? വേണ്ട, വീണു പോകുമ്പോ താങ്ങാൻ ആരെങ്കിലും ഒരാളുണ്ടല്ലോ. എന്താ എന്താ പറ്റിയ? അച്ഛന് വീണ്ടും സുഖമില്ലാതായി, വീഴാൻ പോയി. അച്ഛാ, തുടരുത് തന്നെ. എന്താ ഇത്? സുഖമില്ലാതെ ഒരാൾ വഴി കിടന്നാല് അയാളെ തൊട്ടു വിളിക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒരുപാട് ആളുണ്ടാവും. എന്റെ തീരുമാനങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. വരും. പത്മിനി, എനിക്ക് വേണ്ടി ആരോടൊന്നും യാചിക്കണ്ട. സ്വന്തം ജീവിതമാണ് വലുതെന്ന് തീരുമാനിക്കുന്നവർക്ക് ആരെയും വിട്ടുപോകാൻ എളുപ്പമാണ്. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ. കണിമംഗലം കുടുംബത്തിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടിട്ട് കാലം കുറെ ആയല്ലോ. വീണ്ടും വീണ്ടും രണ്ടുപേരും തമ്മിലുള്ള അകലം കൂടുകയാണോ? ഏട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കായാലും വേദനിക്കില്ലേ? ഉർവശി, നീ മിണ്ടാതിരിക്കും. അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമല്ല. രണ്ടുപേരോടും ഞാൻ ഒരു കാര്യം പറയാം. ഏട്ടന്റെ കാര്യങ്ങളിൽ എല്ലായ്പ്പോഴും ഒരു ശ്രദ്ധ വേണം. ഗൗതം, നീ എപ്പോഴും വല്യച്ഛന്റെ കൂടെ വേണം. ഞാൻ വല്യച്ഛൻ്റെ അടുത്ത് നിന്ന് മാറില്ല. എടോ, താൻ തന്റെ കാര്യങ്ങൾക്ക് പോയിക്കോളൂ. വേണ്ട വല്യച്ഛ, ഇത്രയും പ്രായമായിട്ടും അച്ഛനമ്മമാർക്ക് അഭിമാനിക്കാവുന്നതോ കുടുംബത്തിന് അഭിമാനിക്കാവുന്നതോ ആയ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. അതിനുള്ളൊരു അവസരവും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു വല്യച്ഛനെ നോക്കുന്നത് ഒരു വലിയ കടമയാണെന്ന്. അതുകൊണ്ടുള്ള സന്തോഷം അത് മതി എനിക്ക്. ഉള്ളിൽ തട്ടിയ അവനെന്ന് പറഞ്ഞത്. വാശി കാണിച്ച് ഇങ്ങനെ തളർന്നു പോവല്ലേ? വാശിയല്ലടോ, കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയതിന്റെ സങ്കടമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛന്മാര് മക്കളെക്കുറിച്ച് ഒരുപാട് വേണ്ടാത്ത സ്വപ്നങ്ങൾ കാണും. അവർക്കതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് പറയാൻ ഒന്ന് രണ്ട് വാക്കുകളുണ്ടല്ലോ. പഴഞ്ചൻ, ബാധ്യത, അങ്ങനെയൊക്കെ അവനും പറയുന്നുണ്ടാവും മനസ്സിൽ. അമ്മ എന്തായാലും പോകുന്നത് നന്നായി. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും മുത്തശ്ശിയുടെ സംസാരം കേട്ട് അമ്മ കിടപ്പിലായനെ. അല്ലേ അച്ഛാ? മക്കള് കടക്കാരാവുന്നത് ഒരു മാതാപിതാക്കൾക്കും സഹിക്കില്ല.
അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അവർക്ക് കുറ്റപ്പെടുത്താനേ അറിയൂ. അത് ഏത് കാലത്തും അങ്ങനെ തന്നെയാ. അച്ഛാ, ഞാൻ ഒരാളെ കണ്ടിട്ട് പെട്ടെന്ന് വരാൻ കേട്ടോ. ഏതാളെ? എങ്ങോട്ടാ മോള് പോകുന്നു? ഞാൻ പോയിട്ട് വരട്ടെ. വന്നിട്ട് എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. ദാ അമ്മേ, ഞാനിപ്പോ വരാം. എങ്ങോട്ടാ പോകുന്നേ ആവോ? എനിക്കറിയില്ല. ആ, ഞാൻ പൂജയ്ക്കുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ശ്യാമേ, തിരുമേനിയുടെ അടുത്ത് ചെല്ലുമ്പോ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. എന്താ? മോള് ശ്യാമയുടെ അതേ രൂപമാണെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ശ്യാമയെ കാണുമ്പോ തിരുമേനി വല്ലാതെ പരിഭ്രമിക്കും. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാ വ്യക്തമായ ഉത്തരം പറയാൻ മടിച്ചെന്നിരിക്കും. അത് ശരിയാ. അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ഞാൻ മുഖം കാണിക്കാറില്ലല്ലോ. ഇവിടെ അങ്ങനെ തന്നെ ആവാം.